ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ താണ്ടെ പോവുകയാണ് എറണാകുളത്തോട്ട്. എല്ലാ കെട്ടും പണ്ടും പറക്കി വെളുപ്പാങ്കാലത്ത് 4:45 പാലരുവിക്കകത്തായിരുന്നു ഞാൻ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ താണ്ടെ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ്. ഏകദേശം 4:45 ആകുമ്പോൾ വരുന്ന ട്രെയിൻ വന്നത് ഒരു 4:54 ടൈം ആയപ്പോഴാണ്. അങ്ങനെ താണ്ടെ ഞാൻ മൺട്രോത്തുരുത്തുനിന്ന് ട്രെയിൻ കയറി. ഇനി അങ്ങോട്ട് പോകുന്ന കഥകൾ വളരെ നൈസാണ്. ഓച്ചിറ എത്തിക്കഴിഞ്ഞ് 1 മണിക്കൂർ ട്രെയിൻ അങ്ങ് പേടിച്ചങ്ങിട്ട്. അതിന്റെ കൂടെ എന്റെ അപ്പുറത്തൊരു വല്യപ്പന്റെ കൂർക്കം വലിയായിരുന്നു. കൈ സഹിക്കാൻ പറ്റാത്ത എന്റെ പൊന്നു, ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കൂർക്കം വലി കേട്ടിട്ടേ ഇല്ല. അമ്മാതിരി കൂർക്കം വലിയായിരുന്നു. 1 മണിക്കൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓച്ചിറയിൽ നിന്ന് അത് അങ്ങോട്ട് നീങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് കായംകുളത്ത് വന്നിട്ടായിരുന്നു. കായംകുളത്ത് വന്നിട്ട് അവിടെയും 1 മണിക്കൂർ നിർത്തിയിട്ടു. ശരിക്കും 3 മണിക്കൂർ മാത്രം എടുക്കുന്ന എന്റെ എറണാകുളം യാത്രയ്ക്ക് ഞാൻ എടുത്തത് 5 മണിക്കൂറാണ് സത്യമായിട്ടും. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ എടുത്തു. എന്തായാലും പിന്നീടെങ്ങും അധികം നിർത്തിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തട്ടിയും മുട്ടിയും 10 മണി ആയപ്പോഴത്തേക്ക് താണ്ട് എറണാകുളത്ത് വന്നു. താണ്ടേ ഞാൻ താമസിക്കുന്നിടത്തോട്ട് എത്തുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പ്ലേസൊക്കെ നല്ല രസമാണ് കേട്ടോ ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഒരു കാം ഏരിയ, എല്ലാം കൊണ്ടും സെറ്റാണ്. പിന്നെ കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പട്ടി ഷോ എന്നും നിങ്ങൾക്ക് അറിയാലോ, അത് കാണും. അങ്ങനെ കുറച്ച് പട്ടി ഷോ കണ്ണാടിക്ക് മുമ്പിലിട്ട് എറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തം വിളിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്, അതൊന്നും മേടിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു വിളിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, അതേ ഡ്രസ്സ് ഇട്ട് തന്നെ വീണ്ടും പുറത്തോട്ടിറങ്ങി അവനായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം എത്തോടെ ചേട്ടാ ബേബി, സി യു ഉമ്മ.